key members of the cast and crew kindly come forward. Anthony Pepe, and producer of the movie. എല്ലാവരും ചേർന്ന് ഈ ദീപം തെളിയിക്കുകയാണ്. ഒരു സ്വപ്നത്തിൻ്റെ തുടക്കം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറക്കല്ലിടുന്ന ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ടാവും. Yes, once again I request all the key members, crew, cast and crew, please join the lamp. Subin, Nihal, come and join near the lamp. യെസ്, കോസ്റ്റ്യൂം ഡിസൈനർ ഇവിടെയുണ്ട്, സ്റ്റെഫി സേവിയർ. കാസ്റ്റ് ആൻഡ് ക്രൂ മുന്നോട്ട് വരും. നമ്മുടെ സ്വപ്നമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രയത്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരു ദിവസത്തിന്റെ തറക്കല്ലാണ് നമ്മളിവിടെ ഇടാൻ പോകുന്നത്. Give it up for the lovely moment. ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രത്തിന്റെ പൂജയാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ദീപം തെളിയിച്ചിരിക്കുകയാണ് കാസ്റ്റ് ആൻഡ് ക്രൂ. Yes, now it's a much awaited moment. First clap of the movie. Today the honors Anthony Pepe ആണ് മുന്നോട്ട് വരുന്നത്. Anthony Pepe holding the clapboard. First clap of the movie ആണ് the best shot. നമ്മൾ ആ തുടക്കം കുറിക്കുകയാണ്. ദീപം തെളിയിച്ചതിന് ശേഷം ക്ലാപ്പ് ബോർഡുമായി ആന്റണി പെപ്പയും നീരജ് മാധവും ഉണ്ട്. Yes, first clap of the movie goes here. Start പറയണോ? Yes, ready?
യെസ്, ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ഇവിടെ നടന്നിരിക്കുകയാണ്. Thank you, Anthony. Thank you, Neeraj, and thank you, Altaf. Now it's time to switch on the camera. Switch on karmayana. Okay. എല്ലാവർക്കും നമസ്കാരം. പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ ഗംഭീരമാവട്ടെ. ഇതിലെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും വലിയ വിജയം ആശംസിക്കുന്നു. നിർമ്മാതാവ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം വലിയ വിജയമായി തീരട്ടെ. വലിയ ആശ്വാസമുള്ളത് പ്ലൂട്ടോ എന്ന് പറയുന്ന ഈ ടൈറ്റിലാണ്. അത് ഭേദഗതി ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി മാറിയത്. അന്ന് സോവിയറ്റ് ലിറ്ററേച്ചർ ഒരുപാട് മലയാളത്തിലേക്ക് വരുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ സൗരയൂഥം ഞങ്ങൾ അങ്ങനത്തെ പുസ്തകങ്ങളിലാണ് നോക്കി കളർ പടങ്ങൾ കണ്ടത്. അവിടെയാണ് ആദ്യമായി പ്ലൂട്ടോയെ കാണുന്നത്. ഈ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് പ്ലൂട്ടോ എന്നാണ്, പ്ലാനറ്റാണ് പ്ലൂട്ടോ എന്നാണ് ഞങ്ങൾ പറഞ്ഞു പഠിച്ചത്. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് ആ സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് എ പ്ലാനറ്റ്. അതൊരു ഗ്രഹമല്ല ഇപ്പോൾ. അതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ ചില ഗുണങ്ങളുണ്ട്, എല്ലാ ഗുണങ്ങളും ഇല്ല. അപ്പോൾ എനിക്കൊന്ന് പ്ലൂട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് അണ്ടർ ഡോഗാണ്. അത് ഒരു സിനിമയ്ക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്, അല്ലെങ്കിൽ ഒരു നായകനായിരിക്കും. അപ്പോൾ ബഹിരാകാശ സംബന്ധിയായ എൻ്റെ ഈ ജ്ഞാനം നിങ്ങളോട് പകർന്നു തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോവുകയാണ്. സാധാരണ നമ്മൾ ഏറിപ്പോയി എന്ന് പറയാറുണ്ട്. ഞാനൊക്കെ പലതവണ ഏറിപ്പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പ്ലൂട്ടോയിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും അകലെയാണല്ലോ പ്ലൂട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പല സഹപ്രവർത്തകരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും, ഞങ്ങളെ വിഷയം ചെയ്യും. പക്ഷേ ഈ പ്ലൂട്ടോ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ. ലോകമെമ്പാടും വലിയ കളക്ഷൻ ഈ പ്ലൂട്ടോയ്ക്ക് ഉണ്ടാവട്ടെ. എനിക്ക് കുറച്ച് തിരക്കുകളുള്ള ദിവസമാണ്. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പറഞ്ഞ് ഇവിടുന്ന് പോകാൻ. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു സർ. ഉണ്ണികൃഷ്ണൻ സാർ ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് നന്ദി. ചെറിയൊരു ഫോട്ടോ സെഷൻ ഉണ്ട്. റിക്വസ്റ്റ് മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് കൈൻഡ്ലി ക്യാപ്ചർ ദോസ് മൊമെന്റ്സ്. പ്ലൂട്ടോ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വന്ന പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാര്യത്തിലും വേണം. ആദ്യം തന്നെ ബി ഉണ്ണീഷൻ സാറിനും പെപ്പേറിനും ഒക്കെ എല്ലാവിധ നന്ദി നമ്മുടെ രേഖപ്പെടുത്തുകയാണ്. പ്ലൂട്ടോ ഒരു ചെറിയ പ്ലൂട്ടോ ഗ്രഹം പോലെ തന്നെ ഒരു ചെറിയ കോമഡി സൈഫൈ ചേർത്തൊരു കോമഡി സിനിമയായിരിക്കും. അത് അങ്ങനെ തന്നെ വരണം എന്നാണ് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും ഈ ആദ്യത്തെ പൂജ ദിവസം പോലെ തന്നെ ഇതിൻ്റെ അവസാനം വരെ എല്ലാവരും കൂടെ നിൽക്കണം.
ഇവിടെ വന്ന എല്ലാവരുടെ അടുത്തും, അതിപ്പോൾ അവരുടെ പേരെടുത്ത് പറയുന്നതാണ്, എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. അത് തന്നെയാണ്, വന്ന എല്ലാവർക്കും നന്ദി പറയാണ്. പ്ലൂട്ടോ ആക്ച്വലി നിയാസിൻ്റെ ഒരു നമ്മൾ വായിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയ നിയാസിൻ്റെ ഒരുപാട് സ്റ്റോറീസ് വായിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞാനും നീരജ് ചേട്ടനൊക്കെ. ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ ടീം എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് മോർ ദാൻ ഹാപ്പി. സിനിമയെ പറ്റിയൊന്നും പറയുന്നില്ല, അത് ഇവൻച്വലി നിങ്ങൾ കാണാൻ പോകുന്നതാണ്. സോ വന്ന എല്ലാവർക്കും നന്ദി. ഈ ഒരു സപ്പോർട്ടും ഈ ഒരു സ്നേഹവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ ഒരു ചെറിയ ടീമാണ്, ഒരു പുതിയ ടീമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ കീപ് us in your prayers and be with us throughout the process, throughout the journey. Thank you so much. ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒന്നുമില്ല, പ്ലൂട്ടോ അടിപൊളിയാവട്ടെ. എൻജോയ് ബായിക്കും അൽത്താഫിക്കും അജു ചേട്ടൻ, ഇതിനകത്ത് ഇതിലെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പിന്നെ എൻജോയ്ന്ന ഗഞ്ചല്ല നിഞ്ച മാതിരി. അപ്പം കയറി പൊളിക്കും വെച്ചാൽ വേറെ ഒന്നും പറയാനില്ല, തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. യെസ്, നീരജ് മാധവിൻ്റെ വാക്കുകളിലേക്കാണ് നമ്മൾ അടുത്തത്. നീരജ് മാധവ്, അൽത്താഫ് രണ്ടുപേർക്കും ഒരുമിച്ച് സംസാരിക്കണം, കാരണം നിങ്ങളുടെ ഒരു കോംബോ അല്ലേ. അതായിരിക്കും നല്ലത്. ഇത് രണ്ടുപേരും വരൂ. ഞാൻ മിണ്ടല്ല, എനിക്ക് വേണ്ടി നീരജ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു കോറൈറ്ററിനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ വീണ് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാണ് പുള്ളി സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് റെസ്യൂമെ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ്. ആക്ച്വലി വേറൊരു കഥ പറയാൻ എൻ്റെ അടുത്ത് വന്നതാണ്. ആ സിനിമ നടന്നില്ല, പകരം ഈ സിനിമ നടന്നു. പക്ഷെ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി നിയാസ് ഒരു ഐഡിയ ഷെയർ ചെയ്തു. ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസത്തിനുള്ള ഒരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷേ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ടീമിൻ്റെ എന്താ പറയുക, ഒരു വിഷനാണ് ഈ സിനിമ. എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുവേട്ടൻ അടക്കം ഇതേപോലെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ നമ്മൾ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക, അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇന്നാവുമായിരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രവിചേട്ടനെ പോലൊരു എന്താ പറയുക, എപ്പോഴും ചിരിക്കുന്ന, ഇതുവരെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു പ്രൊഡ്യൂസറും നമുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, രശ്മി ചേച്ചിയും രവിചേട്ടനും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ, ക്യാമറ ശ്രീരാജ്, ഞാൻ വായിക്കുന്നില്ല, എല്ലാം ഇതിലുണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെൻറ്റ് ടീസർ അതിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പോൾ അത് ഇപ്പം തന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ, അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് പോകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ രവിചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ രവിചേട്ടൻ പറഞ്ഞു നമുക്കെന്നാ ഒരു അനൗൺസ്മെൻറ്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരുടെയും
ആ ഇവിടെ ഉണ്ട് നിങ്ങൾ സ്റ്റേജ് കയറിയില്ലായിരുന്നു? ആ ഓക്കെ. അപ്പം ഇതിൽ അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേരെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ സമയത്ത് അതിൻ്റെ മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ്ലി ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു ദ മൂവി. ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും അശ്വിൻ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസാണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിരിക്കും ഇത് പറയുന്നത് അല്ലേ. അത്ര അത് കൂടുതൽ ഞാൻ അല്ല ഇതാ കൊടുക്കുക, മൈക്ക് കൊടുക്കുക. ഞാൻ സംസാരിക്കാനുള്ള വന്ന എല്ലാവർക്കും നന്ദി. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ പല വേദികളിലും കാണാത്തത്. അപ്പോൾ നീരജ് പറഞ്ഞതൊക്കെ തന്നെയാണ് എൻ്റെ സമയം നീരജ് എടുത്തു. അപ്പോൾ അത് കാരണം ആശ്വസിച്ചിരിക്കുകയായിരുന്നല്ലേ സമയം എടുത്തു? എന്നോട് കയറുമ്പോഴേ പറഞ്ഞ് എനിക്കും കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി വി ആർ വർക്കിംഗ് ടുഗെദർ. അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ? കുറച്ചാളത്തേക്കില്ല. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ജോർജ് കോര ഇരിപ്പുണ്ട്, പിന്നെ വേണുജി, നീതേച്ചി, ഷംസു, ഞങ്ങളുടെ 1983 പ്രൊഡ്യൂസറായിരുന്നു ഷംസു, എൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ്. അപ്പം ഇത് എൻ്റെ വൈഫും എൻ്റെ അനിയനും അവിടെ ഇരിപ്പുണ്ട്, ദീപ്തിയും. നവനീത് അവിടെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഇതൊരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് ഇത് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് ഉണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു. അത്ര പരിചയമില്ല, സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ക്ഷമിക്കുക. എൻ്റെ പേര് രജു എന്നാണ്. ഞാൻ സിംഗപ്പൂർ ബേസ്ഡാണ്. ഇത് ഓക്കറ്റ് ഫിലിംസിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ ഈ പ്രോജക്റ്റ് ഫോം ചെയ്യാൻ കാരണം അനന്തും ജയേഷനുമാണ്. അവരാണ് ഇത് കൊണ്ടുവന്നത്. നീരജ് പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ എപ്പോഴും ചിരിച്ചും ഓക്കെ പറയുന്ന ആളാണ്. അങ്ങനെ ചിരിക്കാനേ ഓക്കെ പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ നിയാസ്, ആദിത്യൻ, പിന്നെ താങ്ക്സ് ടു ദീപുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് പഠിച്ചപ്പോൾ ദീപുവിനെയാണ് ഇവർ പോവേണേ. പിന്നെ എല്ലാത്തിനും കൂടെ വന്ന് എൻ്റെ വൈഫാണ്. പൈസ ആവശ്യമുള്ളപ്പോൾ ഇവർ വൈഫിനെ വിളിക്കും, ഞാനറിയത്തില്ല അവരെ വിളിക്കുന്നത്. അപ്പം എല്ലാം നല്ലപോലെ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഭയങ്കര ഉണ്ടാവണം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. സർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇവര് നമ്മളെ നീരജും അൽത്താഫും എല്ലാത്തിനും കൂടെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ പ്രത്യേകിച്ച് എനിക്കൊന്ന് എടുത്ത് പറയാനുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ. ആദിത്യൻ്റെ ഫസ്റ്റ് പടം എങ്കിലും ചന്ദ്രികയിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യയുടെ വലിയൊരു പടം മൾട്ടിവേഴ്സ് മന്മഥൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ആദിക്കും ഒരു ബിഗ് താങ്ക്സ്. ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നത് ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. അതാണ് നമ്മളുടെ ഒരു ധൈര്യം. ഇനി
ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ